ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടപ്പായസം വെക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ വെറുതെ തോന്നി അടപ്പായസം വെക്കാൻ. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അധികം താമസിക്കാതെ എളുപ്പം എല്ലാം ശർക്കരയൊക്കെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി എളുപ്പം നമുക്ക് ആക്കാം. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഇഡലി കുട്ടുവത്തിനകത്ത് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അതിട്ട് അണ്ടിപ്പരിപ്പൊന്ന് വറുക്കാം. പെട്ടെന്ന് വറുത്തെടുക്കാം. നമുക്ക് അപ്പം അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ നെയ്ക്കകത്തിയാടെ ഞാൻ മൂപ്പിക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ഞാൻ അങ്ങനെ അറിയാം. അപ്പോൾ അതൊന്ന് മൂക്കട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിത് ഒന്നാം പാലല്ല കേട്ടോ. അപ്പം ഇതിനകത്ത് കിടന്ന് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന് ഒന്ന് വേവണം. ഇത് നന്നായിട്ട് വേവണം. നമ്മൾ ചൗവരിയൊന്നും ചേർക്കാതാണ് വേവിക്കുന്നത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് കിടന്നാണ് നമ്മുടെ അട വേകുന്നത്. ഈ മറ്റേ അരിൻ്റെ അടയാണെങ്കിൽ വേവിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇച്ചിരി വേവിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് പിന്നെയാണ് പാചകം തുടങ്ങി. ഇതിപ്പോൾ റോസ്റ്റഡാണ് നമുക്ക് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്തുണ്ടാവും ഒരുവിധം വെന്തപ്പം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ള ശർക്കരയായിരുന്നു. ഇത് വലിയ കളറ് കാണത്തില്ല കേട്ടോ, പക്ഷേ മധുരം നല്ല കാണും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആവുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കും. ഓക്കെ, അതും കൂടെ ഇട്ട് കൊടുത്ത് വറുത്ത് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കേട്ടോ. എനിക്ക് പായസത്തിനകത്ത് ഇങ്ങനെ കടിക്കണം. പിന്നെ ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കായും കൂട്ടത്തിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്. അധികം നെയ്യൊന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ഏലക്ക ഒന്ന് നല്ല മിക്സായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടുണ്ട്. ഇത്രയും പായസം ഉണ്ടാക്കുന്നതിന് അണ്ടിപ്പരിപ്പ് എടുത്തേക്കുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കണം. എല്ലാ കോരലിലും ഒരു അണ്ടിപ്പരിപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. നല്ല പായസമായിരുന്നു ഇത്. ഇതിനകത്ത് ചൗവരിയൊന്നും ഞാൻ ഇടുന്നില്ല. ചൗവരിയൊന്നും ഇടാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പാലിച്ചിരി തേങ്ങ ഇച്ചിരി കൂടുതൽ അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയെ നല്ലതുപോലെ ഇച്ചിരി ഒന്ന് അരയാമെങ്കിൽ കുറേ പാല് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഒന്നാം പാലെടുത്ത് മാറ്റി വെക്കണം. ഒന്നാം പാലും കൂടെ ഒഴിക്കുവാണ്. ഈ ഒന്നാം പാൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിഴിഞ്ഞ് നല്ലതുപോലെ നമ്മുടെ നൈലോൺ തുണികളില്ലേ അതിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് അങ്ങോട്ടിട്ടിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് അരയണം. അപ്പോൾ അതിൽ നിന്ന് പാല് നല്ലപോലെ കിട്ടും കേട്ടോ. ഞാൻ വെന്തോന്നൊന്ന് നോക്കുന്നതാണ്. അപ്പം ഇതാണ്ട് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്.
നമ്മൾ ചൗവരി ഇടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിനുള്ള മധുരവും കിട്ടും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഒത്തിരി അങ്ങ് കുറുകുന്നത് വരെ നമ്മൾ അടുപ്പിൽ ഈ ഓണാക്കി വെക്കരുത്. ഒരുവിധം ഞാൻ കാണിച്ചുതരാം, ആ പരുവത്തിൽ ഓഫാക്കി വെക്കാമെങ്കിൽ നമ്മൾ ഒരുപാട് കട്ടിയായി പോവാതെ പായസം വൈകുന്നേരവും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒത്തിരി അങ്ങ് കട്ടിയാവരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെല്ലാം ചേർത്ത് നല്ല സൂപ്പർ പായസമായിരുന്നു. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക, എല്ലാവരും വെച്ച് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.